So in this session we will be discussing about different kinds of DNA present in genome or associated with genome, their features, and also the mechanism of DNA replication and its detailed process. So first we can discuss what is satellite DNA. What is satellite DNA? It is a chromosomal DNA with highly repetitive nucleotide sequence. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ന്യൂക്ലിയോടൈഡുകൾ സീക്വൻസുകളൊക്കെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ് ഡി എൻ എ. ഇറ്റ് സൈസ് ക്യാൻ ബി 14 to 500 ബേസ് പെയർ. ദാറ്റ് മീൻസ് 14 മുതൽ 500 ബേസ് പെയർ ഉള്ള ഒരു പീസ് ഓഫ് ഡി എൻ എ ആണ് ഒരു സാറ്റലൈറ്റ് ഡി എൻ എ. 14 മുതൽ 500 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ 14 മുതൽ 500 ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും സാറ്റലൈറ്റ് ഡി എൻ എ. അത് മാത്രമല്ല, ഓരോ 20 ബേസ് പെയർസ് മുതൽ 100 ബേസ് പെയറിന്റെ ഇടയിൽ, ഇപ്പം നമുക്കറിയാം ഒരു ജീനോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡി എൻ എ. ജീനോം ഈസ് എ ഹ്യൂജ് ഡി എൻ എ. ഇഫ് യു ടേക്ക് എ ഹ്യൂജ് ജീനോം, അങ്ങനെ ഒരു ജീനോം എടുത്താൽ ഓരോ 20 ന്യൂക്ലിയോടൈഡ് കഴിയുമ്പോഴും ഇത് വരാം. അല്ലെങ്കിൽ അതായത് 20 മുതൽ 100 വരെ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ഈ ഫ്രാഗ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് സാറ്റലൈറ്റ് ഡി എൻ എയുടെ ഒരു പ്രത്യേകത. സോ സാറ്റലൈറ്റ് ഡി എൻ എ ആർ ഫ്രാഗ്മെന്റ്സ് വിച്ച് റിപ്പീറ്റ് അറ്റ് intervals. The size of satellite DNA is normally from 14 to 500 base pairs. Depending on the size of or depending on the length of satellite DNA, they can be of two types: mini satellite DNA or microsatellite DNA. Mini satellite DNA are fragments of DNA which contain 15 to 100 ബേസ് പെയർസ്. മിനി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ 15 മുതൽ 100 ബേസ് പെയർസേ കാണുള്ളൂ. വേറസ് മൈക്രോ സാറ്റലൈറ്റ് കണ്ടെയ്ൻസ് അറൌണ്ട് 1 to 13 ബേസ് പെയർ. 1 മുതൽ 13 ബേസ് പെയർ ഉള്ളതാണ് മൈക്രോ സാറ്റലൈറ്റ്. എന്നാൽ മിനി സാറ്റലൈറ്റിൽ 1 മുതൽ 5 KB സ്ട്രെച്ചസ് ഓഫ് ഡി എൻ എ, അതായത് 15 മുതൽ 100 ബേസ് പെയർ ഉള്ള ഫ്രാഗ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നാൽ അതിൻ്റെ പേരാണ് മിനി സാറ്റലൈറ്റ്സ്. 15 മുതൽ 100 ബേസ് പെയർ ഉള്ള ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് പറയുന്ന പേരാണ് മിനി സാറ്റലൈറ്റ്. എന്താണ് മൈക്രോ സാറ്റലൈറ്റ്? 1 മുതൽ 13 വരെ ബേസ് പെയർ റിപ്പീറ്റേ കാണുള്ളൂ. അത് ഒരു ജീനോമിൽ 150 തവണയെങ്കിലും വരും. ഒരു ജീനോമിൽ ഓൾമോസ്റ്റ് വിൽ ബി അറൌണ്ട് 150 ടൈംസ്, 150 തവണയെങ്കിലും ഒരു ജീനോമിൽ അത് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ്, അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് മൈക്രോ സാറ്റലൈറ്റ്. സോ സാറ്റലൈറ്റ്സ് ആർ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡി എൻ എ വിച്ച് ആർ റിപ്പീറ്റിംഗ് ഇൻ എ ജീനോം. ഒരു ജീനോമിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡി എൻ എക്ക് പറയുന്ന പേരാണ് സാറ്റലൈറ്റ്. Now another one type of DNA associated with genome. ഒരു ജീനോമിനകത്ത് കാണുന്ന വേറെ ടൈപ്പ് ഡി എൻ എക്ക് പറയുന്ന പേരാണ് ട്രാൻസ്പോസോൺസ് ആൻഡ് റിട്രോപോസോൺസ്. ട്രാൻസ്പോസോൺസ് ആൻഡ് റിട്രോപോസോൺസ്. What is transposon? See, these are small fragment of genes which are capable of moving from വൺ ജീനോം ടു അനദർ. ഒരു ജീനോമിനകത്ത് ഒരു ക്രോമസോമിൽ നിന്ന് വേറൊരു ക്രോമസോമിലോട്ടോ ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ടോ മൂവ് ചെയ്ത് പോകാൻ പറ്റുന്ന ജീൻ ഫ്രാഗ്മെന്റ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസോൺസ്. സോ ദീസ് ആർ മൊബൈൽ ഡി എൻ എ വിച്ച് ക്യാൻ മൂവ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ. ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റുന്ന ജീൻ ഫ്രാഗ്മെന്റ്, ഡി എൻ എ ഫ്രാഗ്മെന്റിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്.
ആൻഡ് ദിസ് ട്രാൻസ്പോസോൺസ് അങ്ങനെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ട് മൂവ് ചെയ്താൽ പോകാൻ പറ്റുന്ന ഡി എൻ എക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡി എൻ എ ട്രാൻസ്പോസോൺസ് ആൻഡ് റെട്രോ ട്രാൻസ്പോസോൺസ്. ഇപ്പോൾ ഡി എൻ എ എന്ന് വെച്ചാൽ മൊബൈൽ ട്രാൻസ്പോസോൺ എന്ന് വെച്ചാൽ ഏബിൾ ടു മൂവ് ഫ്രം വൺ ലോക്കസ് ടു അനദർ. ഒരു ക്രോമസോമിന്റെ ഒരു ലോക്കസിൽ നിന്ന് വേറൊരു ലോക്കസിലോട്ട്. വാട്ട് ഈസ് ലോക്കസ്? ഒരു ക്രോമസോമിനകത്ത് ഒരു ജീന് കാണപ്പെടാൻ പറ്റുന്ന ഒരു മേഖല. ദ റീജിയൻ ഇൻ വിച്ച് എ ജീൻ ക്യാൻ ബി സീൻ ഇൻ എ ക്രോമസോം ഈസ് കോൾഡ് ലോക്കസ്. സോ എ transposon can move from one locus to another, or it can move from one organism to another. So transposons are movable genes, jumping genes, which can move from one locus to another locus within the chromosome, or it can move from one chromosome to another chromosome within the genome. Now another two types of genes are called paralogous genes and orthologous genes. They are called paralogous and orthologous genes. See, what are paralogous genes? Paralogous genes are derived from gene duplication. Gene duplication വഴി ഉണ്ടായി വരുന്നതാണ് പാരലോഗസ് ജീൻ. ജീൻ ഡ്യൂപ്ലിക്കേഷൻ വഴി. എന്താണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ? ഒരേ ഓർഗാനിസത്തിൽ ഒരേ ജീനിൽ നിന്ന് ഒരേ ജീനിൽ നിന്ന് ഡിറൈവ്ഡ് വന്ന് അങ്ങനെ ജീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരികയും അത് ഒരു ഓർഗാനിസത്തിൽ പല ഫങ്ഷൻ ചെയ്താൽ അതിന് പറഞ്ഞ പേരാണ് പാരലോഗസ്. എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ജീൻ. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കോമൺ ജീനിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഒരു കോമൺ ജീനാണ്. അതിൽ നിന്ന് താഴോട്ട് ഡിസെൻഡൻസ് വന്നപ്പോൾ ഒരേ കോമൺ ജീനിൽ നിന്ന് താഴോട്ടുള്ള തലമുറ ഓർഗാനിസംസ് വന്നപ്പോൾ ജീൻ മാറി മാറി വന്ന് അങ്ങനെ പല ജീൻസ് ഒരു കോമൺ ജീനിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാരലോഗസ് ജീൻസ്. പാരലോഗസ്. ദിസ് ഈസ് ആൻ ആൻസിസ്ട്രൽ ട്യൂബുലിൻ ജീൻ. ആ ജീനിൽ നിന്ന് പല ടൈപ്പ് ട്യൂബുലിൻ വന്നിട്ടുണ്ട് പല ഓർഗാനിസത്തിൽ. പിന്നെയുള്ള പല ടൈപ്പ് ട്യൂബുലിൻ അതിൽ നിന്നുണ്ടായി വന്നാൽ അതിന് പറയുന്ന പേരാണ് പാരലോഗസ് ജീൻസ്. സോ ദീസ് ആർ ജീൻസ് ഡിറൈവ്ഡ് ഫ്രം ജീൻ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഹാവ് ഡൈവേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ആൻ ഓർഗാനിസം. മറ്റ് ഓർഗാനിസത്തിൽ പല ക്യാരക്ടേഴ്സും ഉണ്ടാകുന്നതാണ് പാരലോഗസ് ജീൻസ്. ഇനി എന്താണ് ഓർത്തലോഗസ് ജീൻസ്? ഡിഫറെൻറ്റ് ഓർഗാനിസംസ് നീഡ് സെയിം ക്യാരക്ടേഴ്സ്. പല ഓർഗാനിസത്തിനും ഒരേ ക്യാരക്ടറുകൾ വേണ്ടി വരും, ഒരേ ജീൻസ് വേണ്ടി വരും. പക്ഷെ ആ ജീനെല്ലാം ഉണ്ടായി വന്നത് എൻവയോൺമെൻറ്റൽ എഫക്റ്റ് വല്ലതും വഴി ഈ ജീൻസ് തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ പല ഓർഗാനിസത്തിൽ ഒരേ ടൈപ്പ് ജീൻസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഓർത്തലോഗസ്. ദാറ്റ് ഈസ് orthologous genes they perform the same function in different organism and have diverged in sequence due to mutation associated with speciation. What is speciation? Because of constant environmental stimuli. Environmental വരുന്ന പല ടൈപ്പിലുള്ള സ്റ്റിമുലസ് കാരണമാണ് ഓർഗാനിസംസ് ഡിഫറൻസ് ആയി പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്പീഷീസുകൾ ഉണ്ടാകുമ്പോൾ എൻവയോൺമെന്റൽ ഇഫക്റ്റ് കാരണം ജീൻസ് ഒരേ സ്വഭാവമുള്ള ജീൻസ് പല ഓർഗാനിസത്തിലും ഉണ്ടായി വരും. അതിൻ്റെ പേരാണ് പാരലോഗസ് ജീൻസ്. ദേ ആർ കോൾഡ് ഓർത്തലോഗസ് ജീൻസ്. സോ ഓർത്തലോഗസ് ജീൻസ് ആർ genes which are having no genetic relations but they have mutated due to speciation. Paralogous genes are having relationship. They were diverged from a common parental gene. ഒരു common parental gene നിന്ന് വന്നതാണ് paralogous gene. Now you might have heard of nucleosome. I think we have learned it in cytology. Cytologyയിൽ നമ്മൾ chromosome structure പഠിച്ചപ്പോൾ nucleosome ഒക്കെ ഞാൻ പറഞ്ഞു തന്നെന്നാണ് തോന്നുന്നത്. So DNA is having different types of structure. One is primary structure, second one is secondary structure, and third one is tertiary structure. What is primary structure? Primary structure is arrangement of DNA sequence in linear pattern. Linear ആയിട്ട് ഒരു double stranded DNA നിൽക്കുന്നതാണ് primary structure. Now come on, what is secondary structure? Secondary structure is the duplex model proposed by Watson and Crick. It's a double helical model. It's otherwise called a B form of DNA.
having major grooves and minor grooves, and within one turn there will be 10 nucleotides. ഒരു ടേണിൽ 3.4 ആങ്സ്ട്രോം വരും. അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് double helical model, and that is a secondary structure. Now what is tertiary structure? As I mentioned before, during the formation of chromosome, the DNA has to coil again and again. DNA will coil again and again elaborately, and that coiling is in a particular pattern. What is that pattern? First, the DNA will coil around the protein molecule to form organized structures called the nucleosome. So initially the organized coiled structures called a nucleosome will be produced. What are nucleosomes? Nucleosomes are 147 base pair of DNA. It's a length of 147 base pair of DNA turned around octamer of histones. What is octamer? 8 molecules. So 8 protein molecules are arranged. They are H2A, H2B, H3, histone 4. ഇങ്ങനെയുള്ള ഹിസ്റ്റോൺസ് ചേർന്ന് 8 octamer, 2 molecule of H2A, 2 molecule of H2B, 2 molecule of H32, പിന്നെ 2 molecule H4, H2, H2B, H3, H4. ഇങ്ങനെ 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് 8 എണ്ണം ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരുന്നിട്ട് അതിൻ്റെ പുറത്ത് 147 ബേസ് പെയർ ഉള്ള ഒരു DNA ഫ്രാഗ്മെൻ്റ് ഒന്ന് ചുറ്റും. അങ്ങനെ ചുറ്റുന്നതിന് പറയുന്ന പേരാണ് ഒരു ന്യൂക്ലിയോസോം. ഓക്കെ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആസ് വി മെൻഷൻ, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ബീഡഡ് സ്ട്രിങ്, ഇറ്റ്സ് ലൈക്ക് എ ബീഡഡ് സ്ട്രിങ്, ഒരു മുത്തുമാല പോലത്തെ ഒരു സ്ട്രിങ്, അതിനെ വീണ്ടും എന്താണ് ഒരു ക്രോമസോംസ് ആയിട്ട് വീണ്ടും ചുറ്റും. അങ്ങനെ ഒരു കോയിൽഡ് സ്ട്രക്ചർ ആയിട്ടിരിക്കുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് tertiary structure of DNA, and they are called, and this initial coiled structure is called nucleosome. Adjacent nucleosomes are connected together by single protein on which DNA is coiled, and they are called linkers. അപ്പോൾ ലിങ്കർ DNA ആണ് തമ്മിൽ ഇതിനെ കണക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. ന്യൂക്ലിയോസോംസ് ആർ ഫോംഡ് ബൈ coiling of DNA over the protein, and that is called a nucleosome. And this nucleosome model is the essence of DNA coiling within chromosomes. Now in DNA there is another one portion that is called a replication origin. That region is called a replicative origin. What is replicative origin? See, any DNA, or one of the wonderful property of DNA is replication. What is it? From a DNA, a complementary copy can be synthesized, and that process is called a replication. So if a DNA has to replicate, there should be a fragment. അതിനകത്ത് DNAക്ക് അതൊരു ചെറിയ ഫ്രാഗ്മെന്റ് കാണണം. അവിടെ റെപ്ലിക്കേഷൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് കാണാം. എന്താണ് റെപ്ലിക്കേഷൻ ഒറിജിൻ? റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയുള്ള എൻസൈംസിന് വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുള്ള ഒരു ഫ്രാഗ്മെന്റിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഒറിജിൻ. സോ റെപ്ലിക്കേഷൻ ഒറിജിൻ ആർ മസ്റ്റ് ഫോർ എ DNA if it has to do replication. റെപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്താണ് ഒരു സൈറ്റിൽ റെപ്ലിക്കേഷൻ ഒറിജിൻ്റെ ഒരു ഏരിയ അതിനകത്ത് ഉണ്ടാവണം. സോ റെപ്ലിക്കേഷൻ ഒറിജിൻ ആർ DNA sequences at which DNA synthesis initiates in synthetic phase of the cell cycle. What is it? A cell is having multiple cycles, S phase, M phase എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സിന്തറ്റിക് ഫേസിലാണ് DNA replication നടക്കുന്നത്. അപ്പോൾ DNA replication നടക്കണമെങ്കിൽ റെപ്ലിസോം, the enzymes responsible for replication are called replisom. ആ റെപ്ലിസോം വന്ന് ബൈൻഡ് ചെയ്യേണ്ട ഒരു സൈറ്റ് ഉണ്ടാവും. That is called replication origin. ഇനി ഇതല്ലാതെ വേറെ ചില DNAകളുണ്ട്. ഒന്ന് ഈസ് കോൾഡ് റിപ്പറ്റേറ്റീവ് DNA. വാട്ട് ഈസ് റിപ്പറ്റേറ്റീവ് DNA? റിപ്പറ്റേറ്റീവ് DNA നത്തിങ് ബട്ട് സാറ്റലൈറ്റ് DNA പോലെ ഒരു DNA ഫ്രാഗ്മെന്റ് ഒരു പർട്ടിക്കുലർ ഓർഗാൻസത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിന് പറയുന്ന പേരാണ് റിപ്പറ്റേറ്റീവ് DNA. They are called repetitive DNA. Then another one is called selfish DNA. പിന്നെ ഒരു DNA ഉണ്ട്, അതിന്റെ പേരാണ് സെൽഫിഷ് DNA. Otherwise it is called a junk DNA or parasitic DNA. Selfish DNA, junk DNA or parasitic DNA. What is it? These are genes, repeated genes, dispersed ചെയ്ത് ഒരു ജീനോമിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ DNA ഫ്രാഗ്മെന്റുകൾ കാണും. റിപ്പീറ്റ് ചെയ്ത് ടാൻഡമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാവും. പക്ഷേ ദേ ആർ ജനറ്റിക്കലി ന്യൂട്രൽ. അത് ജനറ്റിക്കലി എന്താണ്? ന്യൂട്രലാണ്. ദേ ഡോണ്ട് ഹാവ് എനി ബയോളജിക്കൽ ഫങ്ഷൻ.
അതിന് പ്രത്യേക ബയോളജിക്കൽ ഫംഗ്ഷൻ ഒന്നുമല്ല, അതൊരു നോർമൽ ജീൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദേ ആർ കോൾഡ് പാരസൈറ്റിക് ഡി എൻ എ. അതിന് പറഞ്ഞ പേരാണ് പാരസൈറ്റിക് ഡി എൻ എ, സെൽഫിഷ് ഡി എൻ എ അല്ലെങ്കിൽ ജങ്ക് ഡി എൻ എ. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡി എൻ എ പ്രസൻറ്റ് ഇൻ എ ഓർഗാനിസം. Now let's move on to DNA replication. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് DNA replication ആണ്. We know DNA is anti-parallel. When we learn the structure of DNA, I have already told you the strands are anti-parallel. One strand is in 5-3' direction and another one will be in the opposite 5-3' direction. Opposite direction ആണ് അത് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. Why this? What is the benefit? ഇങ്ങനെ anti-parallel ആയിട്ടിരിക്കുന്നുണ്ട്, എന്താ ബെനിഫിറ്റ്? We have learned a topic called Chargaff's rule. What is Chargaff rules? Adenine pairs with thymine and guanine pairs with cytosine. A double bond T and C double bond G. If it has to happen, അത് നടക്കണമെങ്കിൽ DNA ആന്റി-പാരലൽ ആയിട്ട് വന്നേ പറ്റുള്ളൂ. See this diagram. ഇത് ഒരു സ്ട്രാൻഡ് ആണ്. This is the second strand. The hydrogen bonding is between the nitrogen base. ഈ രണ്ട് സ്ട്രാൻഡ് ഒന്നുപോലെ ഓറിയന്റ് ചെയ്ത് വന്നാൽ എങ്ങനെയിരിക്കും? അതായത് ഈ സ്ട്രാൻഡ് തിരിച്ച് ഓറിയന്റ് ചെയ്തുകൊണ്ടാണ് നൈട്രജൻ ബേസ് അകത്തോട്ട് വരുന്നത്. നൈട്രജൻ ബേസ് രണ്ടും അകഭാഗത്ത് വന്നെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുകയുള്ളൂ. ഇവിടെ കോവാലന്റ് ഇൻട്രാക്ഷൻ അല്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കേണ്ടത് ഇറ്റ്സ് ബിറ്റ്വീൻ നൈട്രജൻ ബേസസ്. സോ അൺലെസ് ദേ ആർ ഓറിയന്റഡ് ഇൻ എ ആന്റി പാരലൽ മാനർ, ഇങ്ങനെ ആന്റി പാരലൽ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ അകഭാഗത്ത് രണ്ട് നൈട്രജൻ ബേസും അടുത്തടുത്ത് വരുള്ളൂ, എന്നാലേ ക്രോസ് ലിങ്ക് നടക്കുകയുള്ളൂ. സോ ആന്റി പാരലൽ അറേഞ്ച്മെന്റ്സ് ഓഫ് the DNA strands are very significant in maintaining their structure. And the structure maintain ചെയ്യുന്നതിൽ ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആവുന്നതിനും ഇത് വളരെ പ്രധാനമാണ്. സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ആന്റി പാരലൽ arrangement of DNA strands. Now let's move on to another topic called DNA replication. See, there are some properties of DNA. One property is called denaturation and renaturation. What is renaturation and what is denaturation? If you take the DNA molecule and if it heat it above 100 degree, 100 ഡിഗ്രിയിൽ മുകളിൽ അല്ലെങ്കിൽ 95 കഴിഞ്ഞ് ഒരു 100 ഡിഗ്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ the two DNA strand will separate. ഒരു DNAയിൽ രണ്ട് സ്ട്രാൻഡ് ഉണ്ട്, ആ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് that separation is due to the breaking of hydrogen bonds. ഹൈഡ്രജൻ ബോൺസ് കൊണ്ട് അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ when you gradually cool it, ആ സെപ്പറേറ്റ് ചെയ്ത ഹൈഡ്രജൻ ബോണ്ട് വീണ്ടും ഫോം ചെയ്യും. So the process by which when you are increasing the temperature the two DNA strands separate are called denaturation. And when you cool the mixture, ആ മിക്സ്ചർ തന്നെ കൂൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ separated DNA strands will rejoin again by executing hydrogen bond between the nitrogen bases, and that is called a renaturation. And the process by which they are fusing together is called annealing. അങ്ങനെ തിരിച്ച് ഫ്യൂസ് ചെയ്ത് വരുന്ന പ്രോസസ്സിന് പറയുന്ന പേര് അനീലിംഗ് എന്നും പറയും. അപ്പോൾ 95 above ടെമ്പറേച്ചറിൽ അത് സെപ്പറേറ്റ് ചെയ്യും, 72 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് തിരിച്ച് വീണ്ടും ചേർന്ന് വരും. അത് ഡീനാച്ചുറേഷനും റീനാച്ചുറേഷനും. റീനാച്ചുറേഷൻ നടക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് അനീലിംഗ്. അനീലിംഗ് മീൻസ് റീഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോൺസ്. സോ ദിസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് DNA. DNA ചൂടാക്കിയാൽ ഡീനാച്ചുർ ചെയ്യും, തണുപ്പിച്ചാൽ റീനാച്ചുർ ചെയ്യും. This is a wonderful property of this DNA. Second property is called replication. Replication is nothing but the DNA are capable of producing its own copy. One of the DNA will act as a parent, and depending on the parent, exact photocopy will be produced. 3 models are studied. 3 models ആണ് മുമ്പ് പ്രപ്പോസ് ചെയ്തിരുന്നത്. അതിൽ ഒരു മോഡലാണ് പ്രൂവ് ആയിട്ടുള്ളത്. പ്രൂവൺ മോഡൽ ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണ് പ്രൂവൺ മോഡൽ. സെമി കൺസർവേറ്റീവ് മെത്തേഡ്. So what is semi conservative method? See this diagram. You can see the purple color DNA are the parental DNA. Purple color DNA are called parental DNA. In semi conservative model of DNA replication, 2 parental strands will separate. Now separated parental strand will act as the mother strand. The parental double stranded parental DNA will separate, and
the separated purple colored parental DNA will act as the template or mother strand. Depending on the sequence of the parental strand, a daughter strand will be synthesized on both. Okay, so one of the parental strand is conserved in daughter strand. One parental strand, daughter strand in the daughter DNA kude poi. This is called the semi-conservative replication. So semi-conservative replication is nothing but the parental strand separate, and depending on the template or depending on the sequence of the parental strand, the daughter strand will be synthesized, and this is what is called a semi-conservative model. Second one is called a conservative model. What is conservative model? This is a double-stranded parental DNA. That parental DNA is retained as such. Parental DNA അതുപോലെ retain ചെയ്തു. And from that two double-stranded parental DNA, ഒരു daughter double-stranded DNA ഉണ്ടാക്കി, അതുപോലെ ഉണ്ടാക്കി. അതായത് parental DNA will not separate off, but depending on the parental DNA, from the parental DNA, രണ്ട് DNA strand ഉണ്ടായി. അതിലൊന്ന് എക്സാക്ട്ലി പാരന്റൽ ഡി എൻ എ തന്നെ, രണ്ടാമത്തത് ഒരു ഡോട്ടർ സ്ട്രാൻഡ്. അപ്പം പാരന്റൽ ഡി എൻ എ സ്ട്രാൻഡ്സ് ആർ കംപ്ലീറ്റ്ലി കൺസേർവ്ഡ്. അതിന് പറയുന്ന പേരാണ് കൺസർവേറ്റീവ് മോഡൽ. ഇത് അക്സെപ്റ്റഡ് മോഡൽ അല്ല. തേർഡ് വൺ ഈസ് കോൾഡ് ഡിസ്പേഴ്സീവ് മോഡൽ. വാട്ട് ഈസ് ഡിസ്പേഴ്സീവ് മോഡൽ? ദി പാരന്റൽ ഡി എൻ എ ബ്രേക്ക് ഡൗൺ ഇൻ ടു പീസസ്. These pieces will be realigned. ഈ പർപ്പിൾ കളറാണ്, അത് റീഅലൈൻ ചെയ്യും എവിടെ? ഡോട്ടർ സ്ട്രാൻഡിൽ. ഇൻ ദ ഡോട്ടർ സ്ട്രാൻഡ് ദീസ് പാരന്റൽ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആർ റീഅലൈൻഡ് ഈക്വലി. രണ്ടിലും ഈക്വൽ ആയിട്ട് മുറിഞ്ഞ് കിട്ടും. ഇടയിലുള്ള ഭാഗം പുതിയ ഡി എൻ എ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. സോ ദിസ് ഇസ് ലൈക്ക് ദ പാരന്റൽ ഡി എൻ എ വിൽ ബി ബ്രേക്ക് ഡൗൺ ആൻഡ് ദേ വിൽ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ദ ന്യൂലി ഫോംഡ് ഡോട്ടർ ഡി എൻ എ. This is called a dispersive model. So first one is semi-conservative, where parental DNA is retained. Or semi-conservative, parental DNA will be separated off and each strand will go to each daughter strand. Conservative method, the two DNA strand is conserved as a daughter. From that, a complementary double-stranded DNA will be formed. പിന്നെ ഒരു double-stranded DNA daughter strand parallel ആയിട്ട് ഉണ്ടായി വരുന്നു. In dispersive model, the parental DNA will divide off. They will get dispersed. ആ dispersed fragment എന്താണ്? daughter strand ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് പോകും. These are the three types of DNA replication: conservative, semi-conservative model, conservative model, and a dispersive model. So we have to study in detail the semi-conservative model. For this semi-conservative model, we have experimental proofs. ഈ semi-conservative മോഡലിന് മാത്രമാണ് experimental proofകൾ ഉള്ളത്. The other models are only speculative. So semi-conservative model is more accepted model of DNA replication. Now what is DNA replication? Just photocopying. What is it? Normally DNA is double stranded. During replication, the double stranded DNA will be separated off, and this separated DNA strand acts as a mother strand. Parallel to this mother strand, a daughter strand will be synthesized. ഈ mother strand parallel ആയിട്ട് ഒരു daughter strand ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് semi-conservative DNA replication. So the double-stranded DNA will separate off. Each will act as a mother strand. അതിന് parallel ആയിട്ട് ഒരു new strand ഉണ്ടാവും. പക്ഷെ ഉണ്ടാകുമ്പോൾ ഒരു ശ്രദ്ധ വേണം. Always a new strand will be synthesized only in 5-3' direction. And 5-3' direction മാത്രമേ ഒരു DNA synthesis നടക്കുകയുള്ളൂ. Now what is DNA replication? We know, when we have already learned in cytology, if you consider the cell cycle, a cell is having the overall life cycle of a cell is called a cell cycle. It has a synthetic phase, it has a interphase and a division phase. Interphase is again interphase is the preparatory phase for cell division. Cell division ഇടകളിലുള്ള preparatory phase നെ പറയുന്ന പേരാണ് interphase. During this interphase, there is one stage called synthetic phase. In the synthetic phase of mitosis, mitosis നടക്കുന്നതിന് മുൻപുള്ള synthetic phase ൽ DNA double ചെയ്യും, and that is called a DNA replication. When DNA is doubling, it should be exactly same copy of the parental cell. Parental cell in the DNA അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നാലേ എന്താവുള്ളൂ DNA replication ആവുള്ളൂ. So considering or exactly similar to the parental DNA, two daughter DNA will be formed.
This is what is called DNA replication. And this process, when DNA replication happens, in the daughter DNA, one strand will be parental DNA. That is the significance of semi-conservative DNA replication. And this synthesis, DNA synthesis, for the DNA synthesis, energy is taken by the hydrolysis of phosphate group. Okay. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളെ ഹൈഡ്രലൈസ് ചെയ്ത് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ DNA replication പ്രോസസ്സ് നടക്കുന്നത്. So now we are learning semi-conservative DNA replication. See, this is a parental DNA. This parental DNA will separate off. How the two parental DNA are separating? The connection between two DNA strands in a DNA is via hydrogen bonding between nitrogen bases. So when the hydrogen bonding between the nitrogen bases break, the two daughter strands will be separated. So this is what is happening. So these are the hydrogen bonding. So in the lower side, you can see there is breakdown of hydrogen bond. The hydrogen bond will be broken. So the two strands are separated. So the separated strands, you can see there are nitrogen bases. Complementary, by seeing the complementarity of these nitrogen bases, new daughter strand will be deposited. This is the semi-conservative model of DNA replication. For this replication, lot of enzymes, all these processes of replication are enzyme driven. That means couple of enzymes are required for replication, and all these enzymes unite together to form a unit, or the group of enzymes together are called replisomes. So replisomes are enzymes, group of enzymes. Replisomes are group of enzymes responsible for carrying out replication. Replication നടക്കാൻ വേണ്ടിയുള്ള enzymes എല്ലാം കൂടെ ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് replisomes. So we will see in detail what are these replisomes. Another one thing is, always DNA synthesis takes place in 5'3' direction. See this DNA, this is double stranded DNA, here it is separated. Okay. And this, during this, when these daughter strands are stranding in a separated area, one parental strand, this blue color, one parental strand 5'3' direction ആണ്. എന്നാൽ അടുത്ത പാരലൽ സ്ട്രാൻഡ് ആൻറ്റി പാരലൽ ആയതുകൊണ്ട് 3'5' ഡയറക്ഷനിലാണ്. 3'5' ഡയറക്ഷനിലാണ്. I have already told you, എപ്പോഴും DNA synthesis ഏത് ഡയറക്ഷനിലേ നടക്കുകയുള്ളൂ? 5'3' ഡയറക്ഷനിലാണ്. Always DNA synthesis takes place in 5'3' direction. So, in the 3'5' parental strand, I repeat once again, in the 3'5' parental strand, that is this purple color, daughter strand synthesis will be continuous. The daughter strand synthesis will be continuous in the 5', 3' direction. So, in the 3', 5' parental strand, synthesis of DNA strand will be continuous in 5', 3' direction. So, there is no break, and this is called a leading strand. That is called a leading strand. But in the other strand, that is 5', 3' parental strand, or 5', 3' parental strand, since DNA synthesis happens only in 5', 3' direction, new strand will be synthesized as small fragment. ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഇടയ്ക്ക് തുടങ്ങും. എന്താണ് ഇവിടെ നോക്ക്, DNA സിന്തസിസ് ഈ ഡയറക്ഷനിലേ നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഡയറക്ഷനിൽ നടക്കണമെങ്കിൽ ഇതിപ്പോൾ അൺവൈൻഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അന്നേരം എന്താണ്, ഓരോ പോയിന്റിൽ നിന്ന് 5', 3' ഡയറക്ഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് DNA സിന്തസിസ് നടക്കും. ഈ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് DNA, അതായത് ഒരു സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടും എന്നാൽ 5', 3' പാരന്റൽ സ്റ്റാൻഡിൽ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് DNA സിന്തസിസ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് എ സയന്റിസ്റ്റ് കോൾഡ് ഒക്കസാക്കി, ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ്. അത് ഒക്കസാക്കി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. സോ ദീസ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA synthesized in 5', 3' parental strand are called Okazaki fragments. Okazaki fragments. And also in 5', 3' DNA strand, DNA synthesis will be slower. ഇങ്ങനെ ഫ്രാഗ്മെന്റുകളായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് DNA synthesis കുറച്ച് സ്ലോവർ ആയിരിക്കും.
compared to 3 prime 5 prime strand. അപ്പോൾ അതുകൊണ്ട് 5 പ്രൈം 3 പ്രൈം പാരൻ്റൽ സ്ട്രാൻഡിന് പാരലായിട്ട് ഉണ്ടാകുന്ന സിന്തസിസിൽ ഡി എൻ എ പെട്ടെന്നുണ്ടാവും. ആ ഡോട്ടർ സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. അതിന് പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. എന്നാൽ 5 പ്രൈം 3 പ്രൈം പാരൻ്റൽ സ്ട്രാൻഡിൽ ഡി എൻ എ സിന്തസിസ് സ്ലോവർ ആയിരിക്കും. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. സോ ഷുഡ് ബി aware of what is leading strand, what is Okazaki fragments, and what is lagging strand. What is leading strand, what is Okazaki fragments, and what is lagging strand. And during DNA replication, ഒരു ഭാഗത്ത് ഡി എൻ എ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് മാറുമ്പോൾ ഇതുണ്ട്, ഇവിടെ നോക്ക്, ഇവിടെ ഒരു വൈ ഷേപ്പ് കർവ് ഉണ്ടാവും. ദിസ് ഇസ് എൻ വൈ ഷേപ്പ് കർവ്. ദിസ് വൈ ഷേപ്പ് കർവ് ഈസ് കോൾഡ് replication fork. They are called replication fork. All these process happens in the S phase of interphase. Interphase-ന്റെ S phase-ലാണ് ഈ ഡി എൻ എ സിന്തസിസ് നടക്കുന്നത്. As we all know, lot of enzymes are needed to start this step. ഈ സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ഒരുപാട് എൻസൈം വേണം. First enzyme is called topoisomerase or gyrase. So the enzymes needed for DNA replication are first topoisomerase or gyrase. This topoisomerase or gyrase do the cutting of DNA to make it unwinded. ചുറ്റിയിരിക്കുന്ന ഡി എൻ എയുടെ ചുറ്റ് ഇളക്കി കളയാൻ ഉപയോഗിക്കുന്നതാണ് എന്താണ്, ഗൈറേസ് അല്ലെങ്കിൽ ടോപ്പോയിസോമറേസ്. ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡി എൻ എ, സൂപ്പർ കോയിൽഡ് ഡി എൻ എ സൂപ്പർ കോയിലിലേക്ക് മാറ്റി ലീനിയർ ആക്കാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് ഡി എൻ എ ഗൈറേസ് ഓർ enzyme topoisomerase. So topoisomerase is the first enzyme. They will come and bind and they will make or they will unwind the DNA. Supercoiled DNA എന്ത് ചെയ്യും, unwind ചെയ്യും. So next is called enzyme helicase. So what it do? This helicase will break the hydrogen bond. The enzyme helicase are capable of breaking the hydrogen bonds. Where can you see the hydrogen bonds? The double-stranded DNA are fixed together by hydrogen bond between the nitrogen bases. Nitrogen bases തമ്മിലുള്ള hydrogen bond കൊണ്ടാണ് double-stranded DNA അതുപോലെ നിൽക്കുന്നത്. So enzyme helicase will come and break this hydrogen bond. So unwind ചെയ്യുന്നത് ഗൈറേസ്. unwind ചെയ്ത് കഴിയുമ്പോൾ അതിനെ ചുറ്റിയിരിക്കുന്നതിനെ unwind ചെയ്തെടുക്കുന്നത് ഗൈറേസ്. Helicase will come and split up the hydrogen bonds. So the double-stranded DNA will become single-stranded. പൊട്ടിയിട്ട് single-stranded ആയിട്ട് മാറും. So then there comes the enzyme primase. What is it? The enzyme primase, or it is called helicase primase or helicase, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. So they will do one more thing. Enzyme primase will come and make small RNA fragment. എന്താണെന്നറിയോ? Once if you want to start the DNA synthesis, ഒരു ഡി എൻ എ റെപ്ലിക്കേഷൻ തുടങ്ങണമെങ്കിൽ തുടങ്ങുന്ന പോയിന്റിൽ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് ആർ എൻ എ വേണം. ദാറ്റ് ഇസ് കോൾഡ് ആർ എൻ എ പ്രൈമർ. ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദി ഡി എൻ എ റെപ്ലിക്കേഷൻ ദർ ഇസ് എ റീജിയൻ ഇൻ ദ സ്ട്രാൻഡ്. ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ പാരന്റൽ സ്ട്രാൻഡിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ഫ്രാഗ്മെന്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഒറിജിൻ. സോ ഇൻ ദിസ് റെപ്ലിക്കേഷൻ ഒറിജിൻ എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ആർ എൻ എ പീസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് ആർ എൻ എ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം. ആ ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് ആർ എൻ എക്ക് പറയുന്ന പേരാണ് ആർ എൻ എ പ്രൈമർ. ദാറ്റ് ഈസ് ഫോർ പ്രൈമിങ് ദ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആ ആർ എൻ എ പ്രൈമർ ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? പ്രൈമേസ് എൻസൈമാണ്. ദിസ് ആർ എൻ എ പ്രൈമർ ഈസ് ഫിക്സ്ഡ് ഓർ സിന്തസൈസ്ഡ് ബൈ ദി എൻസൈം കോൾഡ് ആർ എൻ എ പ്രൈമർ അല്ലെങ്കിൽ പ്രൈമേസ്. ആർ എൻ എ പ്രൈമിങ് എൻസൈം അല്ലെങ്കിൽ പ്രൈമേസ് എൻസൈമാണ്. ആ പ്രൈമറിൽ നിന്നാണ് പിന്നെ എന്താണ് ആർ എൻ എ പ്രൈമർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അത് പെട്ടെന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. എന്നിട്ട് ആ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ റെപ്ലിക്കേഷൻ ഒറിജിൻ എന്നുള്ള സ്ഥലത്ത് ഒരു ആർ എൻ എയുടെ ചെറിയൊരു പീസ് വന്ന് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അതിൽ തൊടുത്തി പിന്നെ ഡി എൻ എ സ്ട്രാൻഡ്, പിന്നെ ഉള്ളതെല്ലാം ഡി എൻ എ ആയിട്ട് മാറും. അപ്പം ഇത് സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ആർ എൻ എ വിച്ച് ഇസ് ഡിപ്പോസിറ്റഡ് ദെയർ ഈസ് കോൾഡ് ആർ എൻ എ primer. So this is the RNA primer. See, this is a single stranded DNA. Here for starting there should be addition of small fragment of RNA and this is called RNA primer. From the starting point പിന്നെ എന്താണ് DNA synthesize ചെയ്തങ്ങ് പോകും. So this is the significance of RNA primer. See,
This is a double stranded DNA. These two double strands are separated. If you see here, there is RNA primer. RNA primer will come and attach first. From here, DNA synthesis will happen. Now, in a huge genome, or വലിയ genome നിങ്ങൾ എടുത്താൽ should take a huge genome. What is happening during ഒരു ജീനോമാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ജീനോം എത്ര നീളം? വളരെ നീളമുള്ള ഒരു DNA ഫ്രാഗ്മെന്റ് ആണ് ജീനോം. അങ്ങനെയാണെങ്കിൽ ഇൻ എ ജീനോം പല പൊസിഷൻസിലായിട്ട് റെപ്ലിക്കേഷൻ നടക്കും. എന്ന് വെച്ചാൽ ഒരു വലിയ ജീനോമിന്റെ ഇടയ്ക്കിടയ്ക്ക്, ദിസ് ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് എ ഹ്യൂജ് ജീനോം, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടി DNA സെപ്പറേറ്റ് ചെയ്യും. അപ്പം ചേർന്നിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA വെൻ ഇറ്റ് സെപ്പറേറ്റ് ഓഫ്, അതൊരു കണ്ണ് പോലെ ആദ്യം കാണും, ഒരു ചെറിയ വീക്കം കണ്ണിന്റെ ഷേപ്പിൽ, സി like an eye. This is called a replication eye. During the initial stage of replication, due to breakdown of hydrogen bonds in the DNA, small projections, so small swelling ആയിട്ട് അവിടെ കാണും. അതിന് പറയുന്ന പേരാണ് replication eyes അല്ലെങ്കിൽ replication bubbles. അതിന് പറയുന്ന പേരാണ് replication eyes അല്ലെങ്കിൽ replication bubbles. അപ്പോൾ ഇങ്ങനെ പല പോയിന്റിൽ നിന്ന് ഒരു ജീനോമിൽ റെപ്ലിക്കേഷൻ നടന്നിട്ട് ദ യുണൈറ്റ് ഫോം ഗ്രാജുവലി ഇത് വളർന്ന് ഈ റെപ്ലിക്കേഷൻ നടക്കുന്തോറും എന്താണ്, ഈ രണ്ട് ആരോ കാണുന്നില്ലേ, രണ്ട് സൈഡിലോട്ടും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്ട്രാൻഡ് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് അവസാനം എത്രണ്ണായിട്ട് മാറും? ഇത് രണ്ട് ഡോട്ടർ സ്ട്രാൻഡായിട്ട് അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് യൂണിഫോം ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുകയും അവസാനം കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ജീനോമായിട്ട് അതൊന്ന് മാറുകയും ചെയ്യും. So this replication fork or replication bubbles gradually grow and the adjacent replication bubbles meet. By the time the daughter strands will be synthesized to become two double stranded DNA. So this is how it is happening. See, these are the replication bubbles. See, once the process continues, replication bubble കൂടുതൽ എന്താണ് വലുതാവുകയും ലീഡിങ് സ്റ്റാൻഡ് ഉണ്ടാവും, അതുപോലെ ലാഗിങ് സ്റ്റാൻഡ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് വളർന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇത് അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, റെപ്ലിക്കേഷൻ ബബിൾ വളർന്നുകൊണ്ടിരിക്കും, അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, ക്രമേണ രണ്ട് DNA സ്റ്റാൻഡായിട്ട് മാറുകയും ചെയ്യും. So this is the electron micrograph. Electron micrograph DNA replication നോക്കിയപ്പോൾ അതിങ്ങനെ കണ്ടല്ലോ. So this process is there. Now what is origin? Site on the DNA molecule where the enzymes start the DNA replication. അതായത് എവിടെയാണോ RNA പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്തത്, എവിടെയാണോ ആദ്യം എൻസൈം വന്ന് അറ്റാച്ച് ചെയ്ത് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ഒറിജിനിൽ നിന്ന് തുടങ്ങിയിട്ടാണ് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ റെപ്ലിക്കേഷൻ ഫോർക്ക് വളരുന്നത്. സി നൗ വാട്ട് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്? ഇതൊരു റെപ്ലിക്കേഷൻ ബബിളിന്റെ ഹാഫ് ആണ്. സി ദിസ് ഇസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് സൂപ്പർ കോയിൽഡ് DNA ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. ഈ സ്ഥലം നിങ്ങൾ നോക്കി, ഇറ്റ്സ് ആൻ വൈ ഷേപ്പ് സ്ട്രക്ചർ. വൺസ് the hydrogen bonds breaks and when the replication starts, the region of DNA replication appears like a fork like region. ഇങ്ങനെ ഒരു y shape fork like region ആയിട്ട് കാണും. This is called a replication fork. These y shaped regions are called a replication fork, from which അവിടെയാണ് എന്താണ് പുതിയ DNA strand ഉണ്ടായി വരുന്നത്. Then some proteins called single strand binding proteins are very much required. Some proteins called single strand binding proteins are very much required. Why? For what? The single strand binding proteins, see, as we know, the gyrase will unwind the DNA, helicase will break the double strand, primase will make the RNA primer, but at the same time, as we all know, DNA separate ചെയ്ത് വെച്ചാൽ അത് വീണ്ടും വന്ന് റീജോയിൻ ചെയ്ത് കളയും. സോ ആസ് ഫാർ ആസ് റെപ്ലിക്കേഷൻ ഈസ് ഓവർ, ഈ റെപ്ലിക്കേഷൻ നടന്നു തീരുന്നവർ എന്ത് ചെയ്യണം? ഈ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഡബിൾ സ്റ്റാൻഡ്, രണ്ട് ഡോട്ടർ സ്റ്റാൻഡിനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന DNA സ്റ്റാൻഡ് വന്ന് ചേരാൻ പാടില്ല. ചേരാതിരിക്കണം എന്ത് ചെയ്യണം? അതിനെ വന്ന് ചേരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യും. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സെപ്പറേറ്റഡ് DNA സ്റ്റാൻഡ്സ് ഫ്രം റീജോയിനിങ് അഗെയിൻ, there will be binding of small fragments of അല്ലെങ്കിൽ small protein fragments അല്ലെങ്കിൽ കുറേ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. Those proteins are called the single strand binding proteins. They will help the separated DNA strands from rejoining. They will prevent the rejoining of separated DNA strands as far as replication is over. Now who is doing the real process? Well, we have discussed about the helicase, the gyrase, then the helicase, gyrase or topoisomerase, then there comes the helicase, then we discussed about primase, primer is added,
Now, once the primer is attached, primase reaction കഴിഞ്ഞ് RNA primer അവിടെ attach ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു enzyme വരും. അതിന്റെ പേരാണ് DNA polymerase 1 and DNA polymerase 3. What is it? രണ്ട് enzyme എന്തിനാണ്? We have already discussed about two types of strands, DNA strands in leading strand and RNA strand. 3'5' parental strandൽ DNA synthesis 5' 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അവിടെ വേറൊന്നും നോക്കാനില്ല. എന്താ വേണ്ടത്? അവിടെ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്താൽ മതി. സോ എന്താണ് ന്യൂക്ലിയോടൈഡ് അഡിഷൻ? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാവും, പുതിയ ന്യൂക്ലിയോടൈഡുകളൊന്ന് ആഡ് ചെയ്യും. ആ പ്രോസസ് നടന്ന് DNA polymerase 3 ആണ്. സോ DNA polymerase 3 is an enzyme which can read the nucleotide sequence on the parental strand and add the complementary nitrogen base. Complementary nitrogen base ന് അതിനോട് ചേർത്ത് ആഡ് ചെയ്യാൻ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ ഡോട്ടർ സ്ട്രാൻഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് DNA polymerase 3. Then what is DNA polymerase 1 do? There is a lagging strand. എന്താണത്? 5' 3' parental strandൽ DNA synthesis തിരിച്ചാണ് നടക്കുന്നത്. അവിടെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആയിട്ടാണ് നടക്കുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് RNA പ്രൈമർ കൂടുതൽ വരും, ഇടയ്ക്കിടയ്ക്ക് RNA പ്രൈമർ വരും. ഓരോ പോയിന്റിൽ നിന്ന് DNA സിന്തസിസ് തുടങ്ങുന്നിടത്തെല്ലാം RNA പ്രൈമർ വരും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന RNA പ്രൈമറുകളെല്ലാം അവസാനം കളഞ്ഞിട്ട് അതിനെ വീണ്ടും പ്രൂഫ് റീഡ് ചെയ്ത് ഇടയ്ക്കുള്ള ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് DNA polymerase. So DNA polymerase 3 helps the addition of DNA nucleotides, whereas DNA polymerase 1 removes the RNA primer in the lagging strand and fills the portion. Both the enzymes can do the proofreading. What is proofreading? Proofreading means it will identify the nucleotide sequence on the parental strand, and by seeing the complementarity they will synthesize the daughter strand. So now the strands are synthesized in opposite direction, one in 5' 3' and 3' 5'. So the daughter strand will also have the two strands in an anti-parallel manner. So leading strand is the template strand of DNA in which continuous addition of nitrogen base is happening, and that happens in 5' 3' direction. But lagging strand is the DNA strand in which the DNA synthesis happens in small fragments called Okazaki fragments, and their synthesis happens in 5' 3' direction, but the parental strand is also 5' 3'. So that's why they are produced in small fragments called Okazaki fragments. This is the person Okazaki who find out the Okazaki fragments. Now there is an enzyme called DNA ligase is present. What is this DNA ligase? As we all know, after removing the Okazaki fragments, after removing the RNA primer by polymerase enzyme, the Okazaki fragments should be healed. The Okazaki fragmentകളെ വീണ്ടും ഒട്ടിക്കണം, ചേർത്ത് വയ്ക്കണം. That is by establishing phosphodiester bond. അതിന് സഹായിക്കുന്ന എൻസൈമാണ് DNA ligase. DNA ligase is otherwise called molecular glue. It helps in the reunion of, അല്ലെങ്കിൽ it helps in the fusion of two DNA strands, and that is achieved by executing phosphodiester bond. Phosphodiester bond ഉണ്ടാക്കി DNA fragment ചേർക്കുന്നതാണ് ആരുടെ ജോലി? DNA ligaseന്റെ ജോലി. This is very much applicable in lagging strand where DNA is synthesized in small fragments. So this is what DNA ligase do. They will do the sealing of DNA fragments. So to conclude what we discussed, this is the double stranded DNA separated by the enzyme. Gyrase will unwind the DNA. Helicase will break the double bonds. Single strand binding protein will come and bind to prevent reunion. RNA primase will synthesize primer, and from this RNA primer small fragments of DNA will be synthesized in lagging strand, but in DNA strand, in leading strand, RNA primer is not required. There the DNA synthesis continues. In DNA polymerase is helping the DNA synthesis in leading strand 3, but in
DNA polymerase 1 is active in lagging strand. At the end of the synthesis in lagging strand, ligase will fuse the DNA bits. The removal of RNA primer and proofreading is carried out by DNA polymerase 1. So this is the whole thing of DNA replication, and small bubble-like structures formed during replication are called replication eyes or replication bubbles, and the Y-shaped appearance of replicating region is called replication fork. And at the end of the replication, from the parental DNA, 2 daughter strands will be synthesized. So this is how replication is going on. This is the replication fork. So at the end, they will be synthesized to form a new 2 daughter double strands. So this is how this replication is happening. See, this is how this replication is happening. 1 daughter strand will break into 2 new daughter strands. So this replication is so easily happening. Replication is so enormously happening in the cell during